മുഹമ്മദ് അസ്ലമും ഒപ്പം തന്നെ സെയ്ഫ് സൈൻലാബ്ദിനുമുണ്ട്. അസ്ലമിലേക്കാണ്. അസ്ലം, ഈ സമസ്ത സമുദായ അംഗങ്ങളുടെ വോട്ട് കൂടി നേടിയാണ് സർക്കാർ അധികാരത്തിലേറിയതെന്ന് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചതോടുകൂടെ തന്നെ ഒരുപക്ഷെ സമസ്തയുടെ നിലപാടിൽ കുറച്ച് അയവ് വന്നിട്ടുണ്ട്. ചർച്ച നടത്താമെന്ന് സമസ്തയെ സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ചർച്ചയിൽ തീരുമാനം അനുകൂലമായില്ലെങ്കിൽ മാത്രം തുടർ പ്രക്ഷോഭം എന്നുള്ളതായിരിക്കും സമസ്തയുടെ നിലപാടെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ചർച്ച അത് വളരെ പെട്ടെന്ന് നടക്കാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ മുന്നോട്ട് പോയതിലാണ് സമസ്ത അടക്കമുള്ള സംഘടനകളെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമയമാറ്റം സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുമ്പോൾ തന്നെ ജിഫ്രി തങ്ങൾ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നിവേദനം നൽകുകയൊക്കെ ചെയ്താണ്. ആ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചകളാകാമെന്ന് പറഞ്ഞെങ്കിലും ചർച്ചകൾ നടത്താതെ മുന്നോട്ട് പോയി. തുടർന്നങ്ങോട്ട് സമരം പ്രഖ്യാപിക്കുന്നതിലേക്ക് സമസ്ത വന്നു. അതിനുശേഷവും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ വളരെ രൂക്ഷമായിരുന്നു. ആരോടും ഈ ചർച്ചകൾക്കൊന്നുമില്ല, അവർ വേണമെങ്കിൽ സമയം മാറ്റിക്കൊള്ളട്ടെ എന്ന രീതിയിൽ ഇന്നലെ പ്രതികരിച്ചതോടുകൂടിയാണ് കടുത്ത പ്രകോപനത്തിലേക്ക് സമസ്ത വന്നത്. രാവിലെ ഇന്ന് മോയിൻകുട്ടി മാസ്റ്റർ നമ്മോട് സംസാരിച്ചു. അല്പസമയം മുമ്പ് ജിഫ്രി തങ്ങൾ സംസാരിച്ചു. വളരെ രൂക്ഷമായ വാക്കുകളാണ്. ധിക്കാരപരമായ നിലപാട്, വാശി പിടിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ പോകുന്നത്. മാന്യമായ സമീപനം വേണം. മതസമുദായങ്ങളുടെ കൂടി വോട്ടുകൾ നേടിയാണ് മന്ത്രിമാരും അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ മാന്യമായി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ സമയം മാറ്റുക എന്നതിനപ്പുറത്തേക്ക് സമയം മാറ്റുക വേണ്ടതായെങ്കിൽ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അത് ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകണമായിരുന്നു. ചർച്ചയൊന്നും ഇല്ല എന്ന രീതിയിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞതിലുള്ള ഒരു പ്രതിഷേധവും വിമർശവുമാണ് ശരിക്കും ജിഫ്രി തങ്ങളടക്കം സമസ്ത നേതാക്കൾ കൃത്യമായി തന്നെ പ്രകടിപ്പിച്ചത്. അത് കൃത്യമായി തന്നെ സർക്കാരിന് മനസ്സിലായി എന്ന് വേണം മനസ്സിലാകാൻ. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇന്നലെ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ്. സമസ്ത സമയം അറിയിച്ചാൽ മതി എന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്നോടുകൂടി തന്നെ ആ സമീപനത്തിനെ കൃത്യമായി തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ വൈകാതെ തന്നെ ജിഫ്രി തങ്ങൾ മറുപടി പറയുകയും ചെയ്തു. അത് മാന്യമായ സമീപനമാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ അദ്ദേഹമുള്ള തിരക്കുള്ള സമയം അദ്ദേഹം തന്നെ സമയം നൽകിയോടെ ചർച്ചയ്ക്ക് തയ്യാറാണ്. അതുവരെ സമരത്തിലേക്കൊന്നും പോകുന്നില്ല. അതായത് ചർച്ചയ്ക്ക് ശേഷം ചർച്ചയുടെ ഒരു തീരുമാനം അനുസരിച്ച് മാത്രമേ ഇനി പ്രക്ഷോഭത്തിലേക്കുള്ളൂ എന്നും പറഞ്ഞോടുകൂടി തന്നെ ആ പ്രശ്നത്തിൽ ശരിക്കും സമസ്ത ആദ്യഘട്ടത്തിലെടുത്ത നിലപാട് എന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് എടുക്കുന്ന സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കൃത്യമായി തന്നെ ചർച്ചയ്ക്ക് വേണം എന്നൊരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എത്തിയോടുകൂടി തന്നെ സർക്കാരുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഒരു വഴി എന്തായാലും തൽക്കാലത്തേക്ക് അടഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ചർച്ച ഉടനെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, സമസ്തയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. AP വിഭാഗം കഴിഞ്ഞ ദിവസം ചർച്ച ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മദ്രസ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗം രണ്ട് സമസ്ത വിഭാഗങ്ങളുമായിട്ടുള്ള ഉൾപ്പെടെയുള്ള മദ്രസ പ്രസ്ഥാനങ്ങളുള്ള ഒരു ചർച്ച വളരെ വൈകാതെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലെന്തായാലും സ്വാഭാവികമായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഈ ഒരു സമയമാറ്റത്തിലേക്ക് പോയെന്നുള്ള സർക്കാർ വിശദീകരിക്കും. അത് മുൻനിർത്തിക്കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകൾ നടത്താനുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും പോവുക. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ചർച്ച പോലും നടത്താതെ അധ്യായം അടച്ചതിൽ ആണ് ശരിക്കും സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ രൂക്ഷമായി പ്രതികരിക്കേണ്ടി വന്നത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടിൽ മാറിയോടുകൂടി തന്നെ ആ ഒരു വേഗതയിൽ നിന്നും ആ ഒരു സമീപനത്തെ സർക്കാരിനെ വിമർശിക്കുന്ന കടുത്ത സമീപനത്തിൽ നിന്നും സമസ്തയും മാറിയിട്ടുണ്ട്. യെസ്, അസ്ലം പറഞ്ഞതുപോലെ തന്നെ ഒരു ചർച്ചയില്ല അല്ലെങ്കിൽ അത്തരം ഒരു ധിക്കാരപരമായ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി എടുത്തു എന്നുള്ള ഒരു തോന്നലാണ് സമസ്തയെ വലിയ രീതിയിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആ നയം തിരുത്തി വന്നതോടുകൂടി ഒരു ചർച്ചയ്ക്കും ഒരു സമവായത്തിനുമുള്ള വാതിൽ അവിടെ തുറന്നിരിക്കുകയാണ്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടെ ചേരുകയാണ്. സെയ്ഫ്, സർക്കാരിന്റെ ഒരു നിലപാട് തന്നെ നോക്കാം. ആദ്യം ചർച്ച ചെയ്യാനില്ല എന്ന് പറയുന്നു, പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. ഈ പറഞ്ഞത് തന്നെ മാറ്റി യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഒരു ചർച്ചയാവാമെന്ന് തന്നെയാണ്. എന്താണ് അടിക്കടി സർക്കാരിന്റെ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിൽ സൈഫ്? വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ജിൽസി ഈ നിലപാട് മാറ്റത്തിന്റെ പിന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ജിഫ്രി തങ്ങൾ സാധാരണഗതിയിൽ ഷാർപ്പായിട്ട് രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളല്ല. അദ്ദേഹം വളരെ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഷാർപ്പായി പ്രതികരിക്കാറുണ്ടെങ്കിലും പല വിഷയങ്ങളിലും അദ്ദേഹം മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ഒരു സമവായത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാചകം നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കണ്ടാൽ കുറച്ച് ഷാർപ്പായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊരു കത്ത് നൽകിയിരുന്നു, മുഖ്യമന്ത്രി ചികിത്സാർത്ഥം അമേരിക്കയിലാണെന്ന് മനസ്സിലായി, അദ്ദേഹം തിരികെ വന്ന ശേഷം ഈ വിഷയം പരിഹരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ചില വാചകങ്ങൾ പറയുന്നത്. അങ്ങനെ ചൊടിപ്പിക്കുമ്പോൾ തിരിച്ചൊരു പ്രതികരണം സ്വാഭാവികമായിട്ട് ഉണ്ടാകില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഈ സമീപകാലത്ത് നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായി നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു. അത് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിനെ ഒരുപക്ഷെ സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുള്ളത്.
ഈ വിഷയം പല ഘട്ടങ്ങളിലും ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ജിഫ്രി തങ്ങൾ അങ്ങനെ ഒരു ഷാർപ്പായ നിലപാട് ഈ വിഷയത്തിൽ ഇത്രയും ഷാർപ്പായ ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചില്ല. പല നേതാക്കന്മാരും പ്രതികരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം അങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. അത് സർക്കാരിന്റെ ഈ തീരുമാനത്തിലുള്ള ചർച്ചയില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ആ നിലപാടിനുള്ള അതൃപ്തി പരസ്യമായി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ജിഫ്രി തങ്ങൾ മുഖ്യമന്ത്രിയായി സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. ഒരു സമുദായത്തിന്റെ സമ്മർദ്ദത്തിന് അങ്ങനെ വഴങ്ങാൻ കഴിയില്ല എന്ന കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ ആളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം സർക്കാർ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ചർച്ച ഇനിയിപ്പോൾ മുഖ്യമന്ത്രി വന്ന ശേഷം ഉണ്ടാകുമോ അതോ അതിനു മുമ്പുണ്ടാകുമോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് ആ പ്രശ്നപരിഹാരം ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമായി സംസ്ഥാന സർക്കാർ കാണുന്നത് കൊണ്ട് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് ആ ചർച്ച നടത്തുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ 9:45 എന്നുള്ളത് 10 മണിയാക്കുക, വൈകുന്നേരത്തെ സമയത്തിൽ കുറച്ച് മാറ്റം വരുത്തി നിങ്ങൾ 4:30 വരെ ആക്കുക എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അത് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു നിലപാട് സ്കൂൾ സമയമാറ്റം അത് തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. ഇനിയിപ്പോൾ മതസംഘടനകൾക്ക് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സമയം മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്, അവരുടെ അതിനനുസരിച്ചൊരു സമയം മാറ്റട്ടെ എന്നൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം സമസ്ത പോലെയുള്ള സംഘടനകൾ പ്രത്യേകിച്ച് ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് സമസ്തയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയൊക്കെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി കുറച്ചുകൂടെ അനുകൂല നിലപാടായിരുന്നു സംസ്ഥയ്ക്ക് നൽകിക്കൊണ്ടിരുന്നതെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നിലപാടല്ല എന്നുള്ളതും സംസ്ഥയ്ക്ക് വലിയ എതിർപ്പിനിടയാക്കി. എന്തായാലും വലിയ സമ്മർദ്ദത്തിലൂടെ സർക്കാർ ഇക്കാര്യത്തിൽ കടന്നു പോവുക തന്നെ എന്ന് പറയും.